ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ എല്ലാവരെയും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായില്ല എന്നെ കണ്ടിട്ട്. അപ്പോൾ എന്താ വീഡിയോ വരാത്തതെന്ന് ചോദിച്ചിട്ട് കുറേ കൂട്ടുകാർ മെസ്സേജ് അയച്ചിട്ടുണ്ടേനും. അപ്പോൾ എന്നെ കണ്ടിട്ടില്ലെങ്കിലും നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടല്ലോ, ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പോൾ വീഡിയോ ഇടാത്ത എന്താ വെച്ചാൽ ഉപ്പാക്ക് സുഖമില്ലായിട്ടേന് കേട്ടോ, ഇപ്പോൾ ഹോസ്പിറ്റലിലായിന്. അപ്പോൾ പിന്നെ നമുക്ക് വീഡിയോ ഇടാനുള്ളൊരു മൂഡൊന്നും ഉണ്ടാവില്ലല്ലോ, അങ്ങനെ അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഇടാതിരുന്നത്. ഇപ്പോൾ ഉപ്പാക്ക് കുറച്ച് കുറവുണ്ട്. അപ്പം ഞാൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. വീഡിയോ ഇത് 2 ദിവസം മുന്നെടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ നമ്മൾ എണീറ്റ് പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കിച്ചണിൽ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡലിയാണ്. ഇഡലിക്ക് മാവൊക്കെ തലേ ദിവസം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇപ്പോൾ കുക്കിങ്ങൊക്കെ വേഗം തീർക്കലാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ തന്നെ ലഞ്ചിനുള്ളതും വേഗം റെഡിയാക്കും. കാരണം നമുക്ക് എപ്പോഴാണ് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വരിക എന്ന് പറയാൻ പറ്റില്ല. അപ്പം ഇനിയിപ്പോൾ ഉപ്പാക്ക് കുറച്ച് കൂടുതലാണെന്നൊക്കെ പറയുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പോകണ്ടേ. പിന്നെ നമ്മൾ പോയി കഴിഞ്ഞാൽ മക്കൾക്ക് ഫുഡും കാര്യങ്ങളൊന്നും റെഡിയാക്കിയിട്ടില്ലെങ്കിൽ അതും ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ രാവിലെ തന്നെ ഒരിക്കലുള്ള ചോറും കൂട്ടാനും അതേപോലെ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഞാൻ റെഡിയാക്കാൻ നോക്കലുണ്ട്. പിന്നെ ഒക്കെ റെഡിയാക്കി വെച്ചാൽ എനിക്കും പോകണത്തൊരു സമാധാനമാണ്. കാരണം ചില ദിവസം ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയാൽ വരില്ല, അന്നത്തെ ദിവസം അവിടെ നിൽക്കും. അപ്പം ഉമ്മ ഉണ്ട് കേട്ടോ വീട്ടിൽ. പിന്നെ മക്കളൊറ്റയ്ക്ക് നിർത്താൻ പറ്റൂലല്ലോ. അപ്പോൾ ഉമ്മ വീട്ടിലുണ്ടാവുമ്പോൾ ഉമ്മാക്കും തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ വയ്യാത്താണ്. അപ്പം ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചാൽ പിന്നെ വലിയ പണികളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഉമ്മ നോക്കിക്കോളും മക്കളെ. പിന്നെ ഫുഡൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ അത് വിളമ്പി തന്നാൽ മക്കൾക്ക് കഴിയും ചെയ്യും. ഏറ്റവും ചെറിയ കുട്ടികളൊന്നുമില്ലല്ലോ നമുക്ക്. പിന്നെ അതൊക്കെ മക്കളെ നമ്മൾ ശീലിപ്പിക്കണോ നല്ലതാണ്. ഓരോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അലക്കിയിടാനും അതേപോലെ തന്നെ പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ വിളമ്പി തിന്ന് പാത്രങ്ങളൊക്കെ കഴുകി കിച്ചണൊക്കെ ക്ലീൻ ആക്കാനൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നത് നല്ലതാണ്. എന്നാലുള്ളൂ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ അവസ്ഥയൊക്കെ വരുമ്പോൾ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ ഓരും ഉണ്ടാവുള്ളൂ, ഓർക്കും അതേപോലെ ചെയ്യാൻ കഴിയുള്ളൂ. മറ്റേതൊക്കെ നമ്മൾ ചെയ്ത് ശീലിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിനൊന്നും കഴിയില്ല. പിന്നെ നമുക്കും തന്നെ നിൽക്കുന്നിടത്തൊരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും ഞാൻ ഇഡ്ഡലിയൊക്കെ ചുടുന്നുണ്ട്. ഇഡ്ഡലി തട്ടിൽ എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന് വിട്ടു പോരാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. പിന്നെ ചെമ്പിൽ വെള്ളമൊക്കെ വെച്ചിനി, വെള്ളമൊക്കെ ചൂടായപ്പോൾ ഇഡ്ഡലി മാവൊക്കെ ഒഴിച്ച് അതവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി അടുപ്പത്താണ് കേട്ടോ ചോറുണ്ടാക്കുന്നത്. അപ്പോൾ അടുപ്പിൽ കുറേ വെണ്ണീറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വെണ്ണീറൊക്കെ ഒന്ന് കോരിയെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ കഫക്കെട്ടും ചുമയൊക്കെ കുറവുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിന്. അപ്പോൾ എനിക്കും തന്നെ വലിയ കുറവ് പറയാനായിട്ടില്ല, എന്നാലും കുറവുണ്ട്, ശരിക്കും അങ്ങോട്ട് മാറിയിട്ടില്ല. പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ നിൽക്കുകയാണെങ്കിലും രാവിലെ ഒരു 5:30 ആകുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് പോരും വീട്ടിലേക്ക്. കാരണം 6 മണിയാകുമ്പോൾ റിച്ചുവിന് മദ്രസ ഉണ്ട്. അപ്പോൾ വണ്ടിമേലല്ല ഇങ്ങനെ പോരുന്നത്. അപ്പോൾ തണുപ്പും മഞ്ഞൊക്കെ ഉണ്ടായിട്ടോ എന്താണെന്നറിയില്ല, ശരിക്കും അങ്ങോട്ട് മാറിയിട്ടില്ല കേട്ടോ കഫക്കെട്ട്. പിന്നെ അവർക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ച് കുറച്ച് നേരം ഇവിടെ ഉണ്ടാവുമല്ലോ നമുക്ക് ജോലിയാൾ വീട്ടിൽ. മക്കൾ സ്കൂൾക്ക് പോകണമല്ലേ, അലക്കാനും എല്ലാ കാര്യത്തിനും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ പോവുക. അപ്പോൾ അതാ ഞാൻ അടുപ്പ് എത്തിച്ചിനി ചോറിനുള്ള വെള്ളം ഇവിടെ അടുപ്പത്ത് വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇഡലിയൊക്കെ ആകുമ്പോഴത്തേന് വെള്ളം ചൂടായിക്കോളും. അപ്പോൾ നമുക്ക് അരി ഇട്ട് കൊടുത്ത് ചോറും വേഗം വേവിക്കാം. പിന്നെ ഇഡലിക്ക് ഇന്ന് സാമ്പാറാട്ടോ ഞാൻ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത്. സാമ്പാറിന് ഒരുപാട് കഷ്ണങ്ങളൊന്നുമില്ല ഫ്രിഡ്ജിൽ പോയി നോക്കിയപ്പോൾ. എന്നാലും സാമ്പാർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ചോറിന് വേറെ കറി വേണ്ടല്ലോ. സാമ്പാർ ബാക്കിയുണ്ടെങ്കിൽ പിന്നെ പിറ്റേ ദിവസത്തിനും ഫ്രിഡ്ജിലൊക്കെ വെക്കുകയാണെങ്കിൽ അങ്ങനെ ചൂടാക്കിയിട്ട് ഒരു കഴിച്ചോളും. പിന്നെ ചോറ് മാത്രമൊക്കെ വെച്ചാൽ മതിയല്ലോ. അപ്പോൾ ഞാൻ സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഫ്രിഡ്ജിൽ പോയിട്ട് കുറച്ച് പച്ചക്കറികളൊക്കെ ഒന്ന് എടുത്തു കൊണ്ടുവന്നു. ഇതിൽ കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ, കുറച്ച് വെണ്ടക്ക ഉണ്ട്, അതേപോലെ ഒരു ക്യാരറ്റ്, ഒരു കിഴങ്ങ്, ഒരു തക്കാളി, ഒരു സവാള, ഇത്രേ ഉള്ളൂ കേട്ടോ. അതേപോലെ ചെറിയൊരു വഴുതനങ്ങ ഉണ്ടായിന്. സാമ്പാറിൽ പിന്നെ അധികം കഷ്ണങ്ങളൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. അധികം കഷ്ണങ്ങളില്ലാത്ത സാമ്പാറാണ് ഇവിടെ മക്കൾക്കൊക്കെ ഇഷ്ടം. അപ്പോൾ ഞാൻ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. പിന്നെ അതാ പരിപ്പ് നോക്കിയപ്പോൾ പരിപ്പ് മഞ്ഞ കളറുള്ള പരിപ്പും ചുവപ്പ് കളറുള്ള പരിപ്പും മിക്സഡാണ് കേട്ടോ ബോട്ടിലുണ്ടായിരുന്നത്. അപ്പോൾ അത് കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി ഇവിടെ ഉണ്ടായിന് വേറെ. അപ്പോൾ അത് ആ ബോട്ടിലൊക്കെ ഒന്ന് ഫില്ല് ചെയ്തു. അതിന് കുറച്ച് പരിപ്പും കൂടെ എടുത്തിട്ടുണ്ട്. ഈ പരിപ്പ് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ, ഈ ചുമന്ന പരിപ്പ് കൊണ്ട് കറി ഉണ്ടാക്കണത്. ഇത് നല്ല എളുപ്പം വേവും ചെയ്യും, നല്ല വേവില്ല. ഒരു വിസിലടിച്ചാൽ തന്നെ നല്ലോണം വെന്ത് കലങ്ങും. നമ്മൾ മാവേലി സ്റ്റോറിൽ നിന്ന് വാങ്ങണ പരിപ്പുണ്ടല്ലോ, അത് നല്ല കട്ടിയുള്ള പരിപ്പ്, കാരണം അത് വെന്ത് കിട്ടാനാണ് പ്രയാസം. ഇതിപ്പോൾ നമ്മൾ വെജിറ്റബിൾസും അതേപോലെ പരിപ്പും ഒപ്പിട്ടാൽ തന്നെ വേവും. എന്നാലും ഞാൻ ആദ്യം പരിപ്പൊന്ന് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒന്ന് പച്ചക്കറികളൊക്കെ ഒന്ന് എണ്ണയിലിട്ട് വഴറ്റിയിട്ടാണ് കേട്ടോ ഞാൻ സാമ്പാർ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ പരിപ്പ് കുക്കർക്ക് ഇട്ട് കൊടുത്തു, കഴുകി വെള്ളമൊക്കെ ഒഴിച്ച് അടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ വാഷറിൻ്റെ ആ വക്കത്ത് കൂടെയൊക്കെ ഈ ഒരു കുക്കറിന് ഇങ്ങനെയാണ് കേട്ടോ, അതിൻ്റെ വാഷറും മുകൾ ഭാഗത്തായിട്ടാണ് വരിക, അടിയിലല്ല. അപ്പോൾ അതിന്മേൽ കൂടെയൊക്കെ കുറച്ച് എണ്ണയൊക്കെ ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ തിളച്ച് അങ്ങനെ ചിന്തും. അപ്പോൾ അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇഡ്ഡലി ആയിട്ടുണ്ടെങ്കിലും അത് അടുപ്പത്തുനിന്ന്
ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ ഞാൻ വേഗം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ കമൻസിനൊക്കെ കുറേ കൂട്ടുകാരെ കമൻസിനുണ്ട് റിപ്ലൈ തരാൻ. ഇതിൻ്റെ മുന്നേ ഇട്ട വീഡിയോസിൻ്റെ 2-3 വീഡിയോസിൻ്റെ കമൻറ്റ് ബോക്സ് വല്ലാതെ ഞാൻ ഒന്നും നോക്കിയിട്ടില്ല, റിപ്ലൈ കാര്യങ്ങളൊന്നും തരാൻ കേട്ടോ, വായിച്ചിട്ടുമില്ല. പിന്നെ ഇടയ്ക്കൊക്കെ ഞാൻ ചിലപ്പോൾ ഫോൺ എടുക്കുമ്പം ചിലരെ കമൻസൊക്കെ കാണും, ഇപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട്. അപ്പം ഇന്ന് വീഡിയോയിലാണ് പറയാമെന്ന് വിചാരിച്ചു. അപ്പം ഇനി നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം കേട്ടോ. കുക്കറൊക്കെ ഒരു വിസിലടിച്ച് ഓഫ് ചെയ്തിട്ടുണ്ടായിന്. പിന്നെ ഇതാ ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പച്ചക്കറികളൊക്കെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഒന്നുകൊണ്ട് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. ഇതേപോലെ സാമ്പാർ ഉണ്ടാക്കുമ്പോഴേ എളുപ്പമാണേനും നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, വെണ്ടക്ക, ക്യാരറ്റ്, കിഴങ്ങ് ഒക്കെ ഓരോന്നും എടുത്തിട്ടുള്ളൂ കേട്ടോ. വെണ്ടക്ക മാത്രമുള്ളൊരു 4-5 എടുത്തിട്ട് ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ ഓരോന്നും എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇതിലിട്ടിട്ട് ഒന്നും ഇങ്ങോട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒക്കെ ഒന്നും വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്കുള്ള പൊടികളും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ മുളക് പൊടിയും ചേർത്ത് കൊടുത്തു, മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്കുള്ള സാമ്പാർ പൗഡറാണ് കേട്ടോ ചേർക്കേണ്ടത്. ഇത് നമ്മൾ ഹോം ഷോപ്പിലുള്ള ഒരു പ്രൊഡക്റ്റാണ്. റോസ്റ്റഡ് സാമ്പാർ പൗഡറാണ് കേട്ടോ. തേങ്ങയൊക്കെ വറുത്തരച്ച് വരുന്ന സാമ്പാർ പൗഡറാണ്. അതുകൊണ്ട് പിന്നെ നമുക്ക് തേങ്ങയൊന്നും ഇതിലേക്ക് വറുത്തരക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊരു 2-2.5 സ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇനി വേറെ സാമ്പാർ പൗഡറൊന്നും നമ്മൾ ഇതിലേക്ക് ചേർക്കണില്ല കേട്ടോ. കറി നമ്മൾ താളിച്ചെടുക്കുമല്ലോ, ആ സമയത്തൊന്നും സാമ്പാർ പൗഡർ ചേർക്കണില്ല. നല്ല സാമ്പാർ പൗഡറാണ് കേട്ടോ. കറിക്കൂട്ട് സാമ്പാർ പൗഡറാണ്. കറിക്കൂട്ട് എന്നാണ് ഈ ഒരു സാമ്പാർ പൗഡറിൻ്റെ പേര്. പിന്നെ അതേപോലെ ഇവരെ പ്രൊഡക്റ്റ് തന്നെ ചിക്കൻ റോസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. അതും ചിക്കൻ മസാല ഇതേപോലെ തേങ്ങയൊക്കെ റോസ്റ്റ് ചെയ്ത് വരുന്നതാണ്. അതുകൊണ്ട് നമുക്ക് തേങ്ങയൊന്നും വറുത്തരക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല ടേസ്റ്റാണ് കേട്ടോ. സാമ്പാർ പൗഡർ വെച്ചിട്ട് സാമ്പാർ ഉണ്ടാക്കുകയാണെങ്കിലും ചിക്കൻ മസാല വെച്ചിട്ട് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിപ്പോൾ പൊടികളൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി പിന്നെ ഞാൻ അതിലേക്ക് വേവിച്ച് വെച്ച പരിപ്പുണ്ടല്ലോ, അതായി ഒഴിച്ചു കൊടുത്തു. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക, ഉപ്പൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം. പുളിവെള്ളം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചേർക്കാം കേട്ടോ. അപ്പോൾ തന്നെ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം ഇതിൽ കിഴങ്ങും ക്യാരറ്റും ഒക്കെ ഉണ്ട്, അതൊന്നും ചിലപ്പോൾ വേവൂല. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ചേർക്കാം കേട്ടോ നല്ലത്. അപ്പോൾ ഒക്കെ ഞാൻ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്, പരിപ്പൊക്കെ എല്ലാ ഭാഗത്തും ആവാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. ഇതും നമ്മൾ കറിക്കൂട്ടിൻ്റെ കായപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കട്ടക്കായം ഉണ്ട് അവർ തന്നെ, അതേപോലെ ഇതുപോലെയുള്ള പൗഡറും ഉണ്ട്. പിന്നെ ഉരുക്ക് വെളിച്ചെണ്ണ, അതേപോലെ തന്നെ കുറുമ മസാല, അതൊക്കെ അവർ പ്രൊഡക്റ്റാണ് കേട്ടോ. അങ്ങനെ സാമ്പാർ വേവിക്കാൻ വെച്ചു. പിന്നെ പോയിട്ട് വേഗം അരി എടുത്തോണ്ടു. അരി എടുത്ത് വെച്ച് ഇനി ഒരു പാത്രത്തിൽ. അപ്പോൾ അത് കഴുകി അരി ഇട്ട് കൊടുക്കുക. വെള്ളമൊക്കെ ഇപ്പോൾ ചൂടായിട്ടുണ്ടാകും, കുറച്ച് നേരം ആയല്ലോ നമ്മൾ അടുപ്പ് കത്തിച്ചിട്ട്. അല്ലെങ്കിലും ഇഡ്ഡലിയും സാമ്പാറൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാവുമ്പം എളുപ്പമാവും. അപ്പമാകുമ്പോൾ നമ്മളിങ്ങനെ ചുട്ട് നിൽക്കണ്ടേ, ദോശയാണെങ്കിലും അതേപോലെ അപ്പാണെങ്കിലും ഒക്കെ. അങ്ങനെ അരിയൊക്കെ വേഗം കഴുകിയെടുത്തു. അരി തന്നെ റേഷൻ കടയിലത്തെ അരി കൊണ്ടാണ് കേട്ടോ ഞാൻ ചോറുണ്ടാക്കൽ. ഇവിടെ എൻ്റെ മക്കൾക്കും എൻ്റെ ഹസ്ബൻഡിനൊക്കെ ഇഷ്ടമാണ് ഈ റേഷൻ കടയിലത്തെ അരി. എനിക്ക് ഏതരി ആയാലും കുഴപ്പമില്ല, പക്ഷേ ഇവർക്ക് അങ്ങനെയാണ് കേട്ടോ. ഒപ്പച്ചിക്കും മക്കൾക്കൊക്കെ റേഷൻ കടയിലത്തെ അരി തന്നെ വേണം, എന്നാലുള്ളൂ ഓർക്ക് ഇറങ്ങുക. നല്ല വേവുള്ള അരി എത്ര വേവിച്ചാലും വെന്തിട്ടില്ല എന്നേ പറയുള്ളൂ അവർ. അതേപോലെ തന്നെ മട്ടരി ഇവിടെ ആർക്കും ഇഷ്ടമല്ല. ചുമന്ന മട്ടരി ഉണ്ടല്ലോ, കുറുവരി, അങ്ങനത്തെ അരിയൊന്നും അവർക്ക് പറ്റൂല. റേഷൻ കടയിലത്തെ അരിയാണെങ്കിൽ അവർക്ക് ഇഷ്ടമാണ്, വയറ് നിറച്ച് ചോറ് കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ അരിയൊക്കെ കഴുകി നല്ല തിളച്ച വെള്ളം കൊണ്ടൊന്നും കൂടെ കഴുകിയിട്ട് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതവിടെ കടന്നിട്ട് വേവട്ടെ. പിന്നെ ഇഡ്ഡലിയും വെന്തിട്ടുണ്ടായിനും, ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിനും. അപ്പോൾ ഇത് ചൂടാറിയിട്ട് നമ്മൾ ഇതേപോലെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കില്ല, തട്ടിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല വൃത്തിയിൽ കിട്ടും. പിന്നെ നമ്മൾ ഈ ഒരു മാവക്ക് ചേർത്തതും റേഷൻ കടയിലത്തെ അരിൻ്റെ ചോറ് തന്നെയാണ് കേട്ടോ. റേഷൻ കടയിലത്തെ അരിൻ്റെ ചോറിനൊരു ഒട്ടലുണ്ടാവും ചിലപ്പോൾ. പിന്നെ ഞാൻ ഇഡ്ഡലി മാവ് ഉണ്ടാക്കുമ്പോൾ പച്ചരി നമ്മൾ വെള്ളത്തിലിടുമല്ലോ, അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ചാക്കരിയും കൂടെ വെള്ളത്തിലിടലുണ്ട് കേട്ടോ. രണ്ടും മിക്സ് ചെയ്തിട്ടാണ് അരച്ചെടുക്കൽ. ഉഴുന്നും പച്ചരിയും ചാക്കരിയും മൂന്നും കൂട്ടിയിട്ടാണ് മാവ് ഉണ്ടാക്കൽ. അപ്പോൾ നല്ല സോഫ്റ്റുള്ള ഇഡ്ഡലി ആയിക്കാരം. പിന്നെ നമ്മൾ ഇതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പസോഡ ഉണ്ടല്ലോ, അപ്പസോഡ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ചാക്കരി ചേർക്കുമ്പോൾ. അങ്ങനെ ഇഡ്ഡലിയൊക്കെ തട്ടുന്ന പാത്രത്തേക്കൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മതിട്ട് ഞങ്ങൾക്ക് ഇഡ്ഡലി ഒറ്റ പ്രാവശ്യം ഞാൻ ഇഡ്ഡലി ചുട്ടിട്ടുള്ളൂ. ഇനി വേണമെന്നുണ്ടെങ്കിൽ ദോശയാക്കിയിട്ട് ചൂടാമെന്ന് വിചാരിച്ചു. അതന്നെ മതി കേട്ടോ, അതന്നെ ഉണ്ടായിനി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് സാമ്പാറൊന്ന് നോക്കിയപ്പോൾ സാമ്പാർ വെന്തിട്ടുണ്ട്. കിഴങ്ങാണ് ഇതിൽ കുറച്ചൊരു വേവുള്ള സംഭവം ഉള്ളത്. കിഴങ്ങൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ, കിഴങ്ങും ക്യാരറ്റും ഒക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പുളി കുറച്ച് നേരമായി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ട്, അപ്പോൾ അത് പിഴിഞ്ഞിട്ട് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ സാമ്പാർ ഉണ്ടാക്കാൻ സാമ്പാർ പൗഡറൊന്നും ഇല്ലെങ്കിലും ഞാൻ സാമ്പാറൊക്കെ ഉണ്ടാക്കലുണ്ട് കേട്ടോ. കുറച്ച് ഉലുവയും കടുകും വറുത്തിട്ട് കൊടുത്താൽ മതി. അതേപോലെ കുറച്ച് തേങ്ങ വറുത്തരച്ചും ചെയ്താൽ
നല്ല അടിപൊളി സാമ്പാർ കിട്ടും. തേങ്ങ വറുക്കുമ്പം കുറച്ച് ഉഴുന്ന് പരിപ്പും ഒക്കെ കൂട്ടിയിട്ടൊന്ന് വറുത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി സാമ്പാർ തന്നെ ആവും. അപ്പോൾ എന്തായാലും ഈ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് അടുപ്പത്ത് നിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് വറവിട്ടെടുക്കണം. ഈ ഒരു ചട്ടി അടുപ്പത്ത് നിൽക്കൂല കേട്ടോ, ഈ ഒരു വറവിട്ടെടുക്കണ ചട്ടി. ഇത് നമുക്ക് ഇൻഡസ് വാലിയിൽ നിന്ന് കിട്ടിയ ചട്ടിയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു 3 ചട്ടി വേറെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കോംബോ കിറ്റായിട്ട് കിട്ടിയപ്പം അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടിയതാണ് കേട്ടോ ഈ ഒരു ചട്ടി. സ്റ്റൗമ്മ നിൽക്കാൻ ഗതികേടാണ്, എന്നാലും കുഴപ്പമൊന്നുമില്ല. ഇത് താളിച്ചെടുക്കാൻ നല്ലതാട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, കടുക് ഇട്ട് കൊടുത്തു, ഉലുവ ഇട്ട് കൊടുത്തു, പിന്നെന്താ വറ്റൽമുളകും കറിവേപ്പിൻ്റെ ഇലയും കുറച്ച് ചെറിയ ഉള്ളിയും ഒക്കെ ഇട്ട് വറുത്തിട്ട് നമ്മൾ കറിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേഗം അടച്ചു വെക്കാം. കറി തൂമിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ അടച്ചു വെക്കണം കേട്ടോ, എന്ത് കറിയാണെങ്കിലും. എന്നിട്ടൊരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നിട്ട് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ആ വെളിച്ചെണ്ണൻ്റെയും കടുകിൻ്റെയും ഉലുവൻ്റെയും ഒക്കെ ഫ്ലേവർ നല്ലോണം കറിക്ക് ഇറങ്ങും. അപ്പോൾ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവും. തുറന്ന് വെച്ചാലേ അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ പുറത്ത് പോവുക ചെയ്യുക. അടുത്ത വീട്ടിലേക്കൊക്കെ സ്മെല്ല് എത്തുകയേ ചെയ്യുള്ളൂ, കറിയിൽ വല്ലാതെ ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ ഞാൻ വറവിട്ടെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് കുറച്ച് ചെമ്മീനുണ്ട് കേട്ടോ. ഈ ചെമ്മീൻ ഇപ്പോൾ ഞാൻ ക്ലീൻ ചെയ്യുന്നത് ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ തലേ ദിവസം വൈകുന്നേരം എനിക്ക് കുറച്ച് സമയം ഫ്രീ കിട്ടീനി. ആ ഒരു സമയത്താട്ടോ ചെമ്മീൻ ക്ലീൻ ആക്കുന്നത്. ഇത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചെന്നുള്ളൂ കേട്ടോ. കണ്ടോ, ചെറിയ ചെമ്മീനാട്ടോ ഇത്. ഞാൻ പറഞ്ഞല്ലോ, നാൾ പറഞ്ഞിട്ടില്ലേനു, എൻ്റെ ഒരു HSO ഉണ്ട്, ഹാജറത്താൻ്റെ ഹസ്ബൻഡ് കടപ്പുറത്തുനിന്ന് മീൻ കൊണ്ടല്ലുണ്ട് കേട്ടോ. ഓരോ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ. ഈ ചെറിയ ചെമ്മീൻ അല്ലെങ്കിലും നല്ല ടേസ്റ്റാണ്, പക്ഷേ നന്നാക്കാൻ ടൈം വേണം. നമുക്കതാണല്ലോ ഇല്ലാത്തത് അല്ലേ. അപ്പോൾ ഇതാ മീനൊക്കെ ഞാൻ കുറച്ച് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇതിന് കുറച്ച് നന്നാക്കി തന്നെ, തോനെ നന്നാക്കി തന്നെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇനി അത് ഐസൊക്കെ വിടാൻ വേണ്ടി പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ആ ബാക്കിയുള്ള ചെമ്മീൻ ഞാൻ അനിയത്തിക്കും അതേപോലെ നാത്തൂനും കൊടുത്തുട്ടോ. കാരണം എനിക്ക് നന്നാക്കാൻ പിന്നെ ടൈമില്ല. അതുകൊണ്ട് ടേസ്റ്റൊക്കെ ഉണ്ടായിന്, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിന്, നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടായിന് കേട്ടോ. പിന്നെ കുറച്ച് പയറുണ്ടായിന് ഉപ്പേരി വെക്കാൻ. അപ്പോൾ അതും ഒന്ന് കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ചെമ്മീനോണ്ട് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കണം, നല്ലൊരു റെസിപ്പി ഇടണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് വാങ്ങിച്ചത് തന്നെയാണ്. പക്ഷെ അതിനൊന്നും പറ്റിയില്ല. കുഴപ്പമില്ല, ഇനി ഇൻഷാ അല്ലാ നമുക്ക് പിന്നെ ആക്കല്ലേ. ഒക്കെ നമ്മൾ വിചാരിക്കണ പോലെ നടക്കണം എന്നില്ലല്ലോ. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. മക്കളൊക്കെ ഓരോരുത്തർ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാനും ഇതാ ഒരു 2-3 ഇഡ്ഡലിയും കുറച്ച് അധികം സാമ്പാറും കൊടുത്തിട്ടുണ്ട്. എനിക്ക് കുറേ സാമ്പാറുമാണ് കേട്ടോ ഇഡ്ഡലി കഴിക്കുമ്പോൾ. ചട്നി ആണെങ്കിലും അങ്ങനെ തന്നെ കുറേ ചട്നിയിൽ മുക്കിയിട്ട് ഇങ്ങനെ കഴിക്കണം, അങ്ങനെയാണ് കേട്ടോ എനിക്കിഷ്ടം. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ സാമ്പാറൊക്കെ. പിന്നെ ചോറ് ഊറ്റി വെച്ച് പിന്നെ അടുപ്പത്ത് തന്നെ ഉപ്പേരി ആക്കാമെന്ന് വിചാരിച്ചു. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് സവാള ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ന് സ്കൂൾക്ക് ചോറ് കൊണ്ടുപോകാൻ ഇന്ന് മഞ്ജുമോൾക്ക് വയറുവേദനയായിട്ട് സ്കൂളിൽ പോയിട്ടില്ല. പിന്നെ അതേപോലെ ചിഞ്ചുമോൾക്ക് ഇന്ന് ക്ലാസ്സും ഇല്ല. ഒരു 2 ആളാണ് ചോറ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് ചോറ് പാത്രത്തിലാക്കണമെന്നും കാണാത്തത് കേട്ടോ. അപ്പോൾ ഉപ്പേരി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അവിടെ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അതവിടെ കടന്നിട്ട് വേവട്ടെ. ഇനിയിപ്പോൾ ചെമ്മീൻ റോസ്റ്റ് നമുക്ക് ഇവിടെ അടുപ്പത്തും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്താണ്ട് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ആദ്യം അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചട്ടിക്ക്. എന്നിട്ട് ഇതാ ചെമ്മീനേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ചെറിയ ചെമ്മീനെ വലിയ ചെമ്മീനെക്കാട്ടിലും ടേസ്റ്റാണ് അല്ലേ. പക്ഷേ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നന്നാക്കി എടുക്കാനാണ് പാട്. കുറച്ച് നേരം അങ്ങോട്ട് ഇരിക്കണം, എന്നാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല. ഇനി സമയം വേണം. തലേ ദിവസം ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് പിന്നെ പിറ്റേ ദിവസം കുക്ക് ചെയ്യണം. അങ്ങനെ ആകുമ്പോൾ പിന്നെ നമുക്ക് പണി ഉണ്ടാവില്ലല്ലോ. അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ്, എന്തെങ്കിലും ധൃതി ഉണ്ടെന്നുണ്ടെങ്കിൽ തലേ ദിവസമൊക്കെ റെഡിയാക്കലാണ്. ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ തലേ ദിവസം തന്നെ ചെയ്ത് വെക്കലാണ്. എന്നാലുള്ളൂ രാവിലെ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് നമുക്ക് പോകാൻ പറ്റുക. ഇപ്പം നമ്മൾ ജോലിക്കൊക്കെ ഇറങ്ങുകയാണെങ്കിലും അതേപോലെ തന്നെ സ്റ്റോക്ക് റൂമൊക്കെ സാധനങ്ങളൊക്കെ വരുന്ന ദിവസമാണെങ്കിലൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തലേ ദിവസം ചെയ്തു വെക്കൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെമ്മീനൊക്കെ ഫ്രൈ ആയിട്ടുണ്ട്. 2 ഭാഗവും ഞാൻ തിരിച്ചും മറിച്ചിട്ടൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഒരു പാത്രത്തേക്ക് മാറ്റിയിട്ട് അതിക്ക് പിന്നെ ഞാൻ ഒരു 2 സവാള, ചെറിയ 2 സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാളിനെക്കാട്ടിലും ടേസ്റ്റ് ചെറിയ ഉള്ളിയാണ്. പക്ഷേ ചെറിയ ഉള്ളി അതേപോലെ തൊലിയൊക്കെ കളഞ്ഞ് എടുക്കുമ്പോൾ തന്നെ നേരം വൈകും. അപ്പോൾ ഞാൻ സവാള തന്നെയാണ് ഇട്ട് കൊടുത്തത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ഒക്കെ കൂടെ പേസ്റ്റ് ആക്കിയതുണ്ടായിനും. അപ്പോൾ അതും ഒരു 1.5 സ്പൂണൊക്കെ ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇന്ന് വീഡിയോ എടുത്തപ്പോൾ വീഡിയോൻ്റെ റേഷ്യോ ഒക്കെ മാറിയിരിക്കണില്ലേ. യൂട്യൂബിൻ്റെ അല്ല, ഇന്ന് ഫേസ്ബുക്കിൻ്റെ ആണ്. അപ്പോൾ ഞാനൊരു ചേഞ്ച് വരുത്തി നോക്കിയതേന് കേട്ടോ. ഇങ്ങനെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ബുദ്ധിമുട്ട് തോന്നണുണ്ടോ അതോ മറ്റേ രീതിയിൽ തന്നെ മതിയോ എന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്യോണ്ടിട്ടോ.
ഞാൻ FB ഇടാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ എടുത്ത് നോക്കിയതാണ്. FB അല്ലെങ്കിലും നമ്മൾ ഇടലുണ്ട് വീഡിയോ, യൂട്യൂബത്തെ വീഡിയോ തന്നെ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ഇടലാണ്. എന്നാലും ഇന്നൊന്ന് ചേഞ്ച് ആക്കി നോക്കിയതാണ്. അപ്പം എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ പറയുകൊണ്ട്. അപ്പോൾ ഇതാ നമ്മൾ സവാളയൊക്കെ വന്ന് അതിക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തു. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതന്നെ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഗരം മസാലയൊന്നും ഞാൻ അതിലേക്ക് ചേർത്തിട്ടില്ല. ചിലർ ഗരം മസാലയൊക്കെ ചേർക്കും. എൻ്റെ റിച്ചുവിന് ഇഷ്ടമല്ല കേട്ടോ അതിക്ക് ഗരം മസാല ചേർക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗരം മസാല ഒന്നും ചേർത്തിട്ടില്ല. പിന്നെ ഒരു തക്കാളി മിക്സിൻ്റെ ജാറിലിട്ട് പേസ്റ്റ് ആക്കിയിട്ടുണ്ട്, ഇനി അത് ചേർത്ത് കൊടുത്തു. എന്നിട്ടൊക്കെ കൂടെ നല്ലോണം വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച ചെമ്മീനും അതിക്ക് ഇട്ട് കൊടുത്തു. ഇത് ഒന്നും പറയാനില്ല കേട്ടോ, നല്ല ടേസ്റ്റ് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ഞാനിവിടെ അങ്ങനെ ചെമ്മീൻ വല്ലാതെ വാങ്ങിക്കാറില്ല. പിന്നെ കുട്ടികൾക്കൊന്നും വലിയ താല്പര്യമില്ലേനി. ചിഞ്ചുനും ഐഫക്കുട്ടിക്കും പറ്റും, മഞ്ജുമോൾക്കും റിച്ചുമോനും ഇഷ്ടമല്ല കേട്ടോ. റിച്ചുവിന് തീരെ ഇഷ്ടമല്ല. മഞ്ജുമോൾ പിന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും. റിച്ചുമോ തൊട്ട് നോക്കൂല കേട്ടോ, എനിക്ക് അതങ്ങനെ ഒരു പഞ്ഞി പോലെയാണെന്ന് പറയുവാന്. പിന്നെ പയറുപ്പേരി ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേനും ആയിട്ടുണ്ടെങ്കിലും അതും ഒരു പാത്രത്തേക്കൊക്കെ മാറ്റി കൊടുത്തു. ഇപ്പോൾ ദാ നമ്മൾ ചെമ്മീൻ റോസ്റ്റും ആയിട്ടുണ്ട്. അപ്പോൾ അതും ഒരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഈ ഇരുമ്പിൻ്റെ പാത്രത്തിൽ കുക്ക് ചെയ്താലുള്ള പ്രശ്നം എന്താ അറിയോ, കുറച്ച് സമയം അതിൽ വെച്ച് കഴിഞ്ഞാലേ ഇപ്പോൾ ഇതിൽ വെച്ച കളറ് അങ്ങനെ മാറൊന്നുമില്ല, പക്ഷേ ആ ഇരുമ്പിൻ്റെ ചുവ ചെറുതായിട്ട് വരും നമ്മൾ എന്ത് ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിലും. അപ്പോൾ ഞാൻ അപ്പം തന്നെ ഇന്ന് മാറ്റലുണ്ട് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ ആക്കി വെച്ച് ഞാൻ പിന്നെ കഴിക്കാനൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ വേഗം ഹോസ്പിറ്റലിലേക്ക് പോവുക ചെയ്തത്, ഞാനും ചിഞ്ചുമോളും. പിന്നെ അന്ന് വന്നിട്ടുമില്ല, അന്ന് അവിടെ നിൽക്കുക ചെയ്തത്. പിറ്റേ ദിവസം കേട്ടോ വന്നത്. പിന്നെ ഉപ്പാനെ ഞാൻ ഇപ്പോൾ വീഡിയോയിൽ കാണിക്കാത്തത് ഇപ്പോൾ വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിൽ കാണിക്കുമ്പം അത് കാണുമ്പോൾ എനിക്ക് തന്നെ ഒരു ബുദ്ധിമുട്ട് പോലെയാണ്, അതുകൊണ്ടാണ് കേട്ടോ കാണിക്കാത്തത്. അപ്പോൾ നിങ്ങളെല്ലാവരും ദുആ ചെയ്യുക, നിങ്ങളെ ദുആയാണ് വേണ്ടത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുതേ. താങ്ക്